മോള് കരയണ്ട, വാ. ഇരിക്കും മോളെ. സന്തോഷിക്കേണ്ട സമയത്തെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നല്ലതല്ല. മോളെ, അവളുടെ നിൽപ്പ് കണ്ടില്ലേ? സാധാരണ അവൾ ഇങ്ങനെയല്ലല്ലോ. തേന്നും പറഞ്ഞ് നിൽക്കേണ്ടതല്ലേ? അത് ഞാനും ആലോചിക്കുന്നത്. ഇവളെന്താ ഇങ്ങനെ? ചിലപ്പോ എന്ത് ചെയ്താലും ഈ കല്യാണം നടക്കുന്ന ചിന്തയിലായിരിക്കും. അതുകൊണ്ടാവും ഇങ്ങനെ നിൽക്കുന്നത്. എന്താണ് വിചാരിച്ചേ? ഇത് ചേച്ചിയെ കെട്ടണോ? ഫോൺ എടുക്കടാ, ഇല്ലെങ്കിൽ തലയുടെ കഴുത്തായിരിക്കും. മഞ്ജു, ആ ഫോൺ വാങ്ങിച്ച് പോലീസിനെ വിളിക്കേ. അടങ്ങിയിരിക്കടാ. അല്ല, ഇതെല്ലാം എങ്ങനെ ഒപ്പിച്ചേ? ഇയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ ആന്റി? കഴിഞ്ഞോ? എന്നാ വാ. ചേച്ചി മോളെ, ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാ ഈ പരിപാടി അങ്ങ് കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. മോള് കരയണ്ട, വാ. താലി കെട്ടുന്നതിന് മുൻപ് അവരുടെ കണ്ണിൽ മുളക് പൊടി എറിയുക.
കൊള്ളാം മോളെ, എന്റെ ബൂത്ത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സത്യം പറയല്ലോ ദേവിക. ദേവിക അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാം തകർന്നു പോയേനെ. അതെ, എന്റെ ചേച്ചിയൊന്നും അങ്ങനെ ദൈവം കൈവിടത്തില്ല. പോലീസ് സത്യം തോന്നുന്നു. മഞ്ജു, നീ എന്ന് വാതിലുറക്ക്. വാ സർ. ആഹാ, ഇവനായിരുന്നോ? കൊള്ളാം. ഇവനെ എങ്ങനെ ഒന്നുകൂടെ എന്റെ കൈ കിട്ടുമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. ഇത്ര പെട്ടെന്ന് വീണ്ടും കയ്യിൽ വന്ന് കേറുമെന്ന് വിചാരിച്ചില്ല. എന്റെ മോൻ നിരപരാധിയാ മേഡം, അവനെ കൊണ്ടുപോകരുത്. മേഡോ? പെണ്ണാപ്പീസർ അങ്ങനെയല്ലേ വിളിക്കുന്നത്? തൽക്കാലം ഈ പെണ്ണാപ്പീസർ എവനെ അങ്ങ് കൊണ്ടുപോവാ. ഇനി എവനെ അങ്ങ് മറന്നേക്ക്. അത്രക്കല്ലേ ഇവനിവിടെ ചെയ്തു കൂട്ടിയത്. പിടിച്ചോണ്ട് വാടോ ഇവന്മാരെ. വേണ്ട സാർ, വേണ്ട സാർ, എന്റെ മോനെ കൊണ്ടുപോയില്ല സാർ. അയ്യോ, അവനെ കൊണ്ടുപോകരുത്, എന്റെ മോനെ കൊണ്ടുപോകല്ലേ. എടാ മോനെ, ഭദ്ര. മുത്തശ്ശ, ഇടയ്ക്ക് കുട്ടികളെ ഏട്ടാ. ഋഷി, ഏട്ടാ, എന്തൊക്കെയാ? വന്നപ്പോൾ തിരക്കായിരുന്നു. എവിടെയായിരുന്നു നീ? സത്യം പറയാലോ, ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ഏട്ടൻ ഓക്കെ ആയെന്നൊക്കെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു. എന്നാലും ഒരു പേടി. പെട്ടെന്ന് കാണുമ്പോൾ ഏട്ടൻ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ? ചെറുതായിട്ടാണെങ്കിലും ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ എന്തൊക്കെയാ പറയണേ? ഞാൻ നിന്നെ തിരിച്ചറിയാണ്ടിരിക്കോ? അമ്മ പറഞ്ഞു, കുട്ടികളുടെ പ്രകൃതമായിട്ടിരിക്കുമ്പോൾ എൻ്റെ എല്ലാ ശാഠ്യങ്ങൾക്കും നീയായിരുന്നു വലിയിടുന്നത്. ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ? എന്തിനാ ഏട്ടാ ഇങ്ങനെ കണക്ക് പറയുന്നത്? എനിക്കതെങ്ങനെ ബുദ്ധിമുട്ടാവും? എൻ്റെ കൂടെപ്പിറപ്പല്ലേ, എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചങ്കല്ലേ. ഏട്ടന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും. മതി, നല്ല മണമുണ്ടല്ലോ. അകത്തെല്ലാരും ഉണ്ട്. നേരെ ചെന്ന് പിടികൊടുക്കണ്ട. നീ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാനും വരാം, വാ. ഋഷി എത്തിയല്ലോ. ഋഷി, നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നേ? അച്ഛാ, ആദ്യം ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. കൊറേ കാലം കഴിഞ്ഞ് എനിക്ക് ഇവനെ കൈ കിട്ടല്ലേ. കൊറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാനുണ്ട്. വാ 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 വാ. കുട്ടനെ ആക്റ്റീവ് ആക്കാൻ ഋഷിക്ക് കഴിയും. അവര് തമ്മിലാവുമ്പോ അവൻ പെട്ടെന്ന് റിലാക്സ്ഡ് ആവും. അവര് തമ്മിൽ അത്രയ്ക്ക് അറ്റാച്ച്ഡാ. അന്ന് തന്നെ കണ്ടില്ലേ, പുതിയ പ്ലോട്ട് സിദ്ധുവിന്റെ പേരിൽ എഴുതിക്കാൻ അവൻ നിർബന്ധം പിടിച്ചത്. രണ്ടുപേരുടെ ലൈഫിലേക്ക് രണ്ട് പെൺകുട്ടികൾ വരുമ്പോ കാണാം. നോക്കിക്കോ, അപ്പോഴും അവര് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥിന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ഇവിടെ വച്ച് കുട്ടന്റെ അസുഖം ഭേദമാവുമെന്നും അവന് പറ്റിയ പെണ്ണിനെ ദേവി കൺമുന്നിൽ കാണിച്ചു തരുമെന്നും എനിക്ക് അമ്പലത്തിൽ വെച്ച് തോന്നിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ?
അങ്ങനൊരാളെ മിന്നായം പോലെ ദേവി എനിക്ക് കാണിച്ചു തന്നു. അതാരാമേ? ഞാൻ കണ്ടില്ലല്ലോ. കൂടുതലൊന്നും എനിക്കറിയില്ല. ക്ഷേത്രത്തിൽ വച്ച് പലതവണ ഞാൻ കണ്ടതാ. അന്ന് ഓരുവലത്തിന് ഉടവാളം പിടിച്ചു നടന്ന കൊച്ചില്ലേ, അതിന്റെ കാര്യ. സ്വാമി അച്ഛൻ പറഞ്ഞ പെണ്ണ് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. അവൻ അസുഖം ഭേദമാക്കി ഔഷധപ്പൂ തേടിക്കൊണ്ടു വന്നത് ആ കുട്ടിയാന്നല്ലേ പറഞ്ഞത്? അന്ന് സ്വാമിയച്ഛനോട് അവളുടെ നമ്പർ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതായിരുന്നു. സിദ്ധു എവിടെ? ഇപ്പൊ വരും. ആരെയും ഫോൺ ചെയ്യാം. നിന്റെ ഏട്ടന്റെ തിരിച്ചുവരവ് നിനക്ക് എങ്ങനെ ഫീൽ ചെയ്തു ഋഷി? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഏട്ടൻ ഇത്ര പെട്ടെന്ന് അസുഖം ഭേദമാവുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ല. താങ്ക് ഗോഡ്. ആ ജാനകി, അമ്മേ, നമുക്ക് ഇപ്പൊ തന്നെ സിദ്ധുവിനെയും കൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് തിരിക്കണം. ബിസിനസ് കാര്യങ്ങളൊക്കെ ഒരുപാട് പെൻഡിങ്ങാ. ഋഷി, വാട്ട് അബൌട്ട് യു? നീയും വരെയല്ലേ? അയ്യോ, അത് പറ്റില്ല. എനിക്ക് ഫാം ഹൗസിന്റെ കുറെ പ്ലാനിംഗ് ഒക്കെ ബാക്കിയുണ്ട്. ഇപ്പൊ തന്നെ പോവാനാണ് തീരുമാനമെങ്കിൽ ഒന്നുകൂടി ഇവിടെ വന്ന് ക്ഷേത്രത്തിലൊരു ഭഗവതി സേവയും ഗണപതി ഹോമവും സുദർശന പൂജയും ഒക്കെ നടത്തണം. ആ, അതൊക്കെ ചെയ്യാമേ. ഇപ്പൊ എല്ലാരും പെട്ടെന്ന് റെഡിയാവും. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. നാളെ രാവിലെ ഭദ്രന്റെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അതിനു മുൻപ് പരാതിയുടെ നിജസ്ഥിതി അറിയാനാ എല്ലാരും വിളിപ്പിച്ചത്. സ്വർണമ്മ, ഇവര് പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 വർഷവും കൃത്യമായി നിങ്ങൾ കൊടുത്ത തുകയ്ക്കുള്ള പലിശ ഇവർ തന്നിട്ടുണ്ട് അല്ലേ? കൃത്യമായിട്ടൊന്നും തന്നിട്ടില്ല. ഓരോ മാസം അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയിട്ടാ ഈ പലിശ വാങ്ങിയിട്ടുള്ളത്. സമ്മതിച്ചല്ലോ. അഡീഷണലായി 2 വകുപ്പുകൾ കൂടി ചുമത്തി നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങളുടെ ഈ സമ്മതം തന്നെ ധാരാളം. ഒന്നാമത്തെ കുറ്റം വട്ടിപ്പലിശ. കൊള്ളപ്പലിശ എന്നൊക്കെ പറയാം. നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിന്റെ പേരിൽ ആ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയത്, അത് 2ാമത്തെ കുറ്റം. 5 രൂപ പലിശ എന്ന് പറയുമ്പോ പലപ്പോഴേ വാങ്ങിയ 11 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ 3 ഇരട്ടിയോളം പലിശ തിരിച്ചു വാങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് സാമ്പത്തിക കുറ്റം ഇവരുടെ മേൽ നിലനിൽക്കില്ല. ഇന്നു തന്നെ ഇവർ പണയമായി സമർപ്പിച്ചിട്ടുള്ള വീടിന്റെ ആധാരം തിരിച്ചു കൊടുത്തിരിക്കണം. മേലാൽ പണത്തിന്റെ പേരിൽ ഇവരെ ശല്യപ്പെടുത്താൻ പറ്റില്ല. പ്രമാണങ്ങൾ സറണ്ടർ ചെയ്ത് എഴുതി ഒപ്പിട്ട് തരണം. ഇല്ലെങ്കിൽ മോനോടൊപ്പം നിങ്ങൾക്കും അകത്ത് കിടക്കാം. പണത്തിന്റെയും പലിശയുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ അവനെ പിടിച്ചോണ്ട് വന്നത്? ഇവളെന്റെ മോനെ കേട്ടാന്ന് പറഞ്ഞതാ. ഈ നിൽക്കുന്ന സുലോചന അവളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞ് എത്ര രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നറിയോ? അയ്യോ, ഞാനോ? ദേ, അനാവശ്യം പറയരുത്. ഞാൻ ഒരിക്കലും ഇവളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ കടവും എഴുതി തള്ളാന്നും ഇങ്ങോട്ട് എത്ര വേണമെങ്കിലും തന്ന് സഹായിക്കാന്ന് പറഞ്ഞപ്പോ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടി ഞാൻ ദേവുവിനോട് സംസാരിക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ. മാഡം, അമ്മ ഒരിക്കലും ഇങ്ങനെ പറയില്ല. കടം തീർക്കാൻ ഇങ്ങനൊരു കാര്യം സ്വർണ്ണമ്മ പറഞ്ഞു എന്ന് എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു. അമ്മായി ഒരിക്കലും ഞങ്ങൾക്കെതിരെ പറയില്ല. എന്റെ മോളെ, സത്യം നീ മനസ്സിലാക്കിയല്ലോ. അത് മതി ഈ അമ്മായിക്ക്.
ശരി ശരി, ചേച്ചി ഇവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനും സ്ത്രീകളെ ശല്യം ചെയ്തതിനും ഭവനഭേദനം ഉൾപ്പെടെ ഇവനും ഗുണ്ടകൾക്കും 5 കൊല്ലെങ്കിലും ശിക്ഷ ഞാൻ മേടിച്ചു കൊടുക്കും. ജാമ്യ പേപ്പർ ഒപ്പിട്ടിട്ട് നേരെ പോയിരിക്കുന്നു ശല്യപ്പെടുത്താൻ. പോലീസുകാരെന്താ വിഡ്ഢികളാണെന്ന് വിചാരിച്ചോ? സകല രേഖകളും ഇന്ന് തന്നെ ഇവിടെ എത്തിക്കണം. പോലീസ് നിങ്ങളോടൊപ്പം വരും. ഇവരുടെ മാത്രമല്ല, മറ്റു വല്ലവരുടെയും പണയപ്പണ്ടകളോ പത്രങ്ങളോ ഉണ്ടെങ്കിൽ അതും പിടിച്ചെടുക്കണം. ദേവിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വീടിന്റെ പ്രമാണം കിട്ടിക്കഴിഞ്ഞാൽ അത് വെറ്റിട്ടാണെങ്കിലും ഇവരുടെ കടം ഞങ്ങൾ തീർക്കും. അത് കഴിഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കില്ലെന്നൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇവൻ ഒരു സ്ത്രീകളെ ശല്യപ്പെടുത്തില്ല. അതിനുള്ള വഴി പോലീസ് നോക്കിക്കോളും. WPC മാഡം, സ്വർണ്ണമയെ കൊണ്ടുപോയി ആ വീട്ടിലെ സകല തെളിവുകളെ എടുത്തിട്ട് വേണം വരാൻ. ഓക്കെ മാഡം. കൊണ്ടുപോയിക്കോ. എടാ, നീ ആ വള ഇതുവരെ കളഞ്ഞില്ലേ? നോക്ക് ജാനകി, അവൻ ആ വള ഇതുവരെ കളഞ്ഞിട്ടില്ല. പ്രഷ്യസ് ആയിട്ടൊന്നും തോന്നിയില്ല അച്ഛാ. പക്ഷെ എന്താണെന്നറിയില്ല, കളഞ്ഞിട്ട് വരാൻ തോന്നിയില്ല. എനിക്കറിയില്ല, പ്രശ്നമൊന്നും ഉണ്ടായിട്ടുമല്ല. എന്നെ ഇവിടെ വൈദ്യമഠത്തിൽ ചികിത്സിച്ച സമയത്ത് സ്മൃതി ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ലല്ലോ. വരണമെന്ന് വെച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. പഠിത്തം കളഞ്ഞിട്ട് വരാൻ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. എന്താടാ? ഏയ്, സ്മൃതിയുടെ വളയാണോ ഡൗട്ട് തോന്നി. അവൾക്ക് ഈ ഗോൾഡിനേക്കാൾ താല്പര്യം ആന്റിക് പീസസിനോടാണല്ലോ. ഏയ്, അതൊന്നുമല്ല. നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാ. സുഖമില്ലാതിരുന്നപ്പോഴേ നീ എപ്പോഴും ഈ വളയും കെട്ടിപ്പിടിച്ചായിരുന്നിരുന്നത്. ഇത് വച്ച് വിളിച്ചാലേ നിന്റെ ഏഞ്ചൽ വരുമെന്നൊക്കെ പറഞ്ഞു. ജാനകിക്ക് ഓർമ്മയില്ലേ ഏഞ്ചൽ എന്നും പറഞ്ഞ് ഇവൻ ഈ വളയായിട്ട് ഓടി നടന്നത്? അത് മാത്രോ? ഉറക്കത്തിൽ ഇതും പിടിച്ചോണ്ട് മാലാഖയെ സ്വപ്നം കാണലായിരുന്നല്ലോ. ആ, എല്ലാത്തിനും കാരണം അമ്മ തന്നെയാ. മാലാഖ വരും, രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കഥ പറഞ്ഞു കൊടുക്കലായിരുന്നല്ലോ അമ്മയുടെ സ്ഥിരം പരിപാടി. സോമേച്ചൻ പറഞ്ഞില്ലേ കുട്ടനെ രക്ഷിച്ച ആ പെൺകുട്ടിയെ പറ്റി? ഇവനുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പിലാണെന്നും കളിക്കാനും ചുറ്റിക്കറങ്ങാനും ഒക്കെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയത് ആ കുട്ടിയാണെന്നും ഒക്കെ. ഇനി ആ ഏഞ്ചൽ തന്നെയാണോ സ്വാമി പറഞ്ഞ സോകോൾഡ് പെൺകുട്ടി? അച്ഛനെ സ്റ്റുപ്പിഡ് റാസ്കൽ, അവനെന്താ കുടിച്ചിട്ടാണോ? കുട്ടം വിളിച്ചോണ്ടാ രക്ഷപ്പെട്ടെ. ഒരു സെക്കൻഡ് എന്റെ ആ ശ്രദ്ധ നിങ്ങൾ പറഞ്ഞ പെൺകുട്ടിയിലായിപ്പോയി. നോക്കണേ, അവനൊന്നും നിർത്തിയത് പോലുമില്ല. ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ ഓർക്കാൻ കൂടി വയ്യ. മോനെ, ദാ നിനക്ക് എന്താടാ പറ്റിയത്? ഒന്നുമില്ല. കാറ് വെട്ടിച്ചപ്പോ വല്ലയിടത്തും തലയിടിച്ചോ? എന്താ മോനെ സിദ്ധു? മോനെ എന്താടാ? മഹേട്ടാ, വണ്ടി ഒന്ന് നിർത്തിയേ. അവന് കുറച്ച് വെള്ളം കൊടുത്തേ. അവൻ പേടിച്ചു എന്നാ തോന്നേ.
കുടിക്കേ. മോനെ, എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതിയെന്ന്. അമ്പലത്തിൽ പോയി അമ്മയോട് നന്ദി പറയാതെ പോയതിന്റെ കുഴപ്പം. അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്താ തലവേദനയുണ്ടോ? ഏയ് ഒന്നുമില്ലമ്മേ. പെട്ടെന്ന് വണ്ടി സൈഡിലൂടെ കയറി വന്നപ്പോ പഴയ ആക്സിഡന്റ് ഓർമ്മ വന്നു. അന്ന് ഇതുപോലെ ആക്സിഡന്റ് ആയപ്പോഴല്ലേ ഇവന്റെ ബോധം പോയത്. അതായിരുന്നല്ലോ എല്ലാത്തിന്റെ തുടക്കം. അമ്മയോട് ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ. കഴിഞ്ഞത് കഴിഞ്ഞു, വെറുതെ അതൊന്നും ഓർമ്മിപ്പിക്കണ്ടെന്ന് സ്വാമിയച്ഛൻ പറഞ്ഞല്ലേ.